വിക്ടോറിയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ബാരൻ ഫിഗ് ട്രീ, ഫലമില്ലാത്ത അത്തിവൃക്ഷത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 2 എപ്പിസോഡിൽ അതിൻ്റെ മുഖവരെയാണ് പറഞ്ഞത്. യേശുക്രിസ്തു പഠിപ്പിച്ച കാര്യം, മാനസാന്തരപ്പെടാഞ്ഞാൽ അതുപോലെ തന്നെ നിനക്ക് സംഭവിക്കും എന്നുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ചിന്തകളാണ് ഷെയർ ചെയ്തത്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതും അതിനോട് ചേർന്ന് പറഞ്ഞു. നമ്മളിനി ആ മുന്തിരി ഫിഗ് ട്രീയുടെ അത്തിവൃക്ഷത്തിലേക്ക് നമ്മൾ കയറുകയാണ്. ആ ഉപമയിലേക്ക്, ഒരു മനുഷ്യന് മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചറിയാം, ഈ അത്തിവൃക്ഷം നട്ടത് മുന്തിരിത്തോട്ടത്തിലാണ്. സാധാരണ അത്തിവൃക്ഷം സെപ്പറേറ്റായിട്ട് അത്തിയുടെ എല്ലാം കൂടി ചേർത്തല്ലേ ചെയ്യുന്നത്. ഇവിടെ മുന്തിരിത്തോട്ടത്തിലുള്ള അത്തിവൃക്ഷമാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ മുന്തിരിത്തോട്ടം എന്ന് പറയുമ്പോൾ അത് സെപ്പറേറ്റായിട്ട് അതിനെ കെയർ ചെയ്യുന്ന ഒന്നാണ്. സോയിൽ ഇൻ റിച്ച് ഓഫ് ന്യൂട്രിയൻസ്, വേണ്ടതായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്തുള്ള മണ്ണ്, അതിനെ വേണ്ട രീതിയിൽ നോക്കുന്ന, പരിപാലിക്കുന്നത് ഒരു വിനിയാർഡ് കീപ്പർ എന്ന് പറഞ്ഞാൽ മുന്തിരിത്തോട്ടം സൂക്ഷിക്കുന്ന ഒരാൾ. ഇതെല്ലാം ഈ മുന്തിരിത്തോട്ടത്തിനകത്തുണ്ടാവും. അത്തിവൃക്ഷത്തിനകത്ത് അത്രയും കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് വലിയ മരമായതുകൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഈ മുന്തിരിത്തോട്ടത്തിനകത്ത് ഈ അത്തിവൃക്ഷം നിർത്തിയിരിക്കുന്നത് അതിന് വേണ്ട എല്ലാം കൊടുത്തിട്ടാണ് നിർത്തിയിരിക്കുന്നത്. നമ്മൾ മനസ്സിലാകുക. അത്തിയെക്കുറിച്ച് പറയുമ്പോൾ രാഷ്ട്രീയമായി പറയുന്ന അത്തിവൃക്ഷം എന്ന് പറയുന്ന ഇസ്രായേലിനെ കുറിച്ചോ ഇസ്രായേലിൻ്റെ ലീഡേഴ്സിനെ കുറിച്ചുമാണ് അത്തിവൃക്ഷത്തെക്കുറിച്ച് പറയുന്നത്. യെശയ്യാ പ്രവചനത്തിനകത്ത് 5-ാം അധ്യായത്തിനകത്ത് 1-ാം വാക്യം തൊട്ട് 7-ാം വാക്യം വരെയുള്ള ഭാഗം ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് വായിക്കാം. ഞാൻ എൻ്റെ പ്രിയതമനവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചും എൻ്റെ പ്രിയനെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേലൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവനതിന് വേലി കെട്ടി അതിൻ്റെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരി നട്ടു, നടുവിലൊരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കും എന്നവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ യെരുശലേം നിവാസികളെ, യഹൂദ പുരുഷന്മാരായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യ വിധിപ്പീൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളല്ലാതെ ഇനി അതിലെന്ത് ചെയ്യേണ്ടു? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറ്, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത്? ആകയാൽ വരുവീൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കും. എൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിലിടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ച് പോകും. ഇവിടെ കാണുന്നത് ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിൽക്കുന്ന ഒരു മുന്തിരി, അല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കിയ മുന്തിരിത്തോട്ടം. ആ തോട്ടത്തിനകത്ത് കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു നേഷൻ, ഒരു ഇസ്രായേൽ നേഷൻ അതായിട്ട് നമ്മൾ എടുക്കാം. ഇറ്റ് ബിക്കെയിം യൂസ്ലെസ്. കാട്ടുമുന്തിരി കായ്ച്ചാൽ എന്താണ്? ദൈവം അത് കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഒരു പറമ്പിൽ കൊണ്ട് നട്ട് അതിന് ചുറ്റും വേലിയൊക്കെ കെട്ടി പ്രൊട്ടക്റ്റ് ചെയ്തു. ഇതിനെ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചാൽ അത് യൂസ്ലെസ് ആണ്. അതാണ് ഇവിടെ പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് അത് നമ്മൾ കടന്നു വരുമ്പോഴേ ഈ അത്തിവൃക്ഷവും അതുപോലെ നട്ടിരിക്കുകയാണ്. ഈ അത്തിവൃക്ഷം നട്ടിരിക്കുകയാണ്. മർക്കോസിലും മത്തായിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഇൻസ്റ്റൻ്റായിട്ട് യേശു അന്വേഷിച്ചു വന്നപ്പം അത്തിഫലം കാണാതിരുന്നിട്ട് അതിനെ ശപിച്ച കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ അത്തിവൃക്ഷം സ്പെസിഫിക്കായിട്ട് നട്ട് അതിന് വേണ്ട രീതിയിലുള്ള ഐഡിയൽ കണ്ടീഷൻ എല്ലാം കൊടുത്തിട്ടും അത് കായ്ച്ചില്ല. നേരത്തെ മുന്തിരിത്തോട്ടത്തിൻ്റെ കാര്യം, കാട്ടു മുന്തിരിങ്ങ കായ്ച്ചു എന്ന് പറഞ്ഞ് അതിനെ നിഷ്ഫലമാക്കി കളഞ്ഞു, അതിനെ ഇടിച്ചു കളഞ്ഞ് അതിനെ ശൂന്യമാക്കി കളയും, അതാണ് ദൈവത്തിൻ്റെ വിധി എന്ന് പറഞ്ഞു. ഇവിടെ അത്തിവൃക്ഷം ഇതേപോലൊരു മുന്തിരിത്തോട്ടത്തിൽ നട്ടിട്ട് അതിനകത്ത് ഫലം കായ്ക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. അത് പെട്ടെന്ന് ഫലം കായ്ക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ അതാണ് ഐഡിയൽ കണ്ടീഷനിൽ അതിനകത്ത് നിർത്തിയത്. എന്നാൽ അത് കായ്ച്ചില്ല. അത്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫലവും തണലും കൊണ്ട് അത് കീർത്തി കെട്ടതാണ്. കാരണം ബൈബിളിൽ തന്നെ നഥനയേലിനെ കുറിച്ച് പറയുമ്പോൾ അത്തിയുടെ കീഴിലിരിക്കുന്നു എന്ന് പറയുന്നു. അത്തിയെ സംബന്ധിച്ചിടത്തോളം 10 മാസം അത് ഫലമുണ്ടാക്കേണ്ടതാണ്. അതിൻ്റെ ഫലം ആദ്യം ജൂണിൽ വരുന്നു, അതാണ് അത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ മെയിൻ ക്രോപ്പ് ഓഗസ്റ്റിലാണ്. പിന്നെ വിൻ്റർ ക്രോപ്പ് അത് സ്കാറ്റേഡായിട്ട് വരും, സ്പ്രിങ് എൻഡ് വരെ കാണും, പിന്നെ അത് തളർക്കും. അങ്ങനെയാണ്. അന്നേരം ഏപ്രിലോടുകൂടി അത് തളർക്കാൻ തുടങ്ങും. വീണ്ടും ജൂൺ തൊട്ട് ഫലം കായ്ക്കാൻ തുടങ്ങും.
അതിങ്ങനെ ആ ഫലം ഏറ്റവും കൂടുതൽ വരുന്ന ഓഗസ്റ്റിലാണ്. പിന്നെ അത് സ്കാറ്ററായി സ്പ്രിങ് വരെ ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ഒരു അത്തിയിൽ ഫലം കായ്ക്കാതെ വന്നപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ദൈവം ഒരു എക്സ്റ്റെൻഡഡ് പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു നല്ല കണ്ടീഷനിൽ നമ്മളെ പ്ലാൻ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമ്മളോട് ഫലം ചോദിക്കും. നല്ല സോയിൽ, നല്ല മണ്ണ്, നല്ല പരിചരണം, പക്ഷേ ഫലമില്ല. ഫലമില്ലാതെ 3 വർഷവും ഫലമില്ല. ഇസ്രായേലിനെ ദൈവം തിരഞ്ഞെടുത്തു. എന്തിനാണ്? ഇസ്രായേൽ കൂടി ദൈവത്തിൻ്റെ മഹത്വം ജാതികൾ കാണുവാനായി. എന്നാൽ ഫെയിൽഡായി. സോ ഗോഡ് എക്സ്പെക്റ്റഡ് സം റിട്ടേൺ ഫോർ ദ പ്രിവിലേജസ് ഗോഡ് ഹാസ് ഗിവൺ. ഇസ്രായേലിനെ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു. അവർക്കെല്ലാ രീതിയിലുള്ള ബെനിഫിറ്റ്സും ദൈവം കൊടുത്തു. ദൈവം ദീർഘക്ഷമയും മഹാദൈവമുള്ള ദൈവമാണ്. കാരണം അത് എന്നേക്കും അതുപോലെ കാണണം എന്നില്ല. ദൈവത്തിൻ്റെ സമയത്തത് ചേഞ്ച് ചെയ്യും. കാരണം നമ്മൾ ഫലം കായ്ക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഫലം കായ്ക്കാത്തന്നെ എന്താ ചെയ്യുന്നത്? യോഹന്നാൻ 15:8 അത് വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. ഇവിടെ 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞിട്ടും ഫലം ഉണ്ടായില്ല. അവസാനം ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ, ഒരു എക്സ്റ്റെൻഡഡ് പീരീഡ് 1 വർഷം കൂടെ കൊടുക്കുന്നു. അന്നേരം ദിസ് ഈസ് ദ ലാസ്റ്റ് ഇയർ, ഫൈനൽ ഓപ്പർച്യൂണിറ്റി. ദൈവം ഇസ്രായേലിനോട് ദീർഘക്ഷമ കാണിച്ചു. മരുഭൂമിയിൽ കൂടി അവരെ നടത്തിയപ്പോഴേ ദീർഘക്ഷമ കാണിച്ചു. അറ്റ് ദ ടൈം ഓഫ് ജഡ്ജസ്, ന്യായാധിപന്മാരുടെ സമയത്ത് അവരുടെ ദീർഘക്ഷമയോടുകൂടി നോക്കിയിരുന്നു. രാജാക്കന്മാരുടെ സമയത്തും ദൈവം അവരോട് കരുണ കാണിച്ചു. എന്നാൽ അവരാരും തന്നെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അവർ താല്പര്യമായില്ല. അവർ ദൈവത്തെ റിജക്റ്റ് ചെയ്തതായിട്ട് കാണും. അവർ ദൈവത്തെ റിജക്റ്റ് ചെയ്തുകൊണ്ട് എന്താ സംഭവിച്ചത്? മത്തായിയുടെ സുവിശേഷം 21:43 അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അത് ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇത് നേരത്തെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചാണ്. നേരത്തെ ഈ എപ്പിസോഡിൽ സംസാരിച്ചാണ്. കുടിയന്മാർ, ഉടയൻ വരുമ്പോൾ, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയൻ വരുമ്പോൾ കുടിയന്മാരോട് എന്ത് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചാണ് നേരത്തെ എപ്പിസോഡിൽ. നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ജാതികൾ കൊടുക്കും. ദേ റിജക്റ്റഡ് ഗോഡ്. അവർ ദൈവത്തെ റിജക്റ്റ് ചെയ്തു. ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല. പിന്നെന്ത് ചെയ്യും? അതെടുത്ത് ജാതികൾക്ക് കൊടുക്കും. നമ്മളെയും ഇതുപോലൊക്കെ തന്നെ, നമ്മൾ ജാതികളാണ്. ഇന്ന് സുവിശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നിരിക്കുകയാണ്. ദൈവം ഇന്നും നമ്മളെ ദീർഘക്ഷമയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ദൈവം നമ്മളൊന്നും നശിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 2 പത്രോസ് 3:9 ഇങ്ങനെയാണ് പറഞ്ഞത്: ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. നമ്മളെല്ലാം മാനസാന്തരപ്പെടണം എന്ന് കർത്താവ് ആഗ്രഹിച്ച് ഓരോ സമയം നമുക്ക് നീട്ടി നീട്ടി തരികയാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. കർത്താവ് വരാനായിട്ട് താമസം നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങ് താമസിക്കുന്നതല്ല. ഓരോരുത്തരെങ്കിലും, കുറേ പേരെങ്കിലും രക്ഷ പ്രാപിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് കർത്താവ് ഇത് ചെയ്യുന്നത്. 2 പത്രോസ് 3:14 അത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കാൻ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരെ സമാധാനത്തോട് കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിക്കും. കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്ന ദൈവമാണ്. ലോങ് സഫറിങ്. അതെന്തിനാണ്? നമ്മളെ കാത്തിരിക്കുകയാണ് രക്ഷയ്ക്ക്. ലോങ് സഫറിങ് ഹാസ് ബീൻ അവർ സാൽവേഷൻ. അത് നമ്മുടെ രക്ഷയായി തീരുക എന്ന് നമ്മൾ മറന്നു പോകരുത്. ഈ കാര്യം തന്നെ ഈ 2 പത്രോസ് 3:7 പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ആകാശം ഭൂമി അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തിരിക്കുന്നു എന്നും അവർ മനസ്സോട് മറന്നു കളയുന്നു. റിപ്പൻറ്റ് ചെയ്ത് തിരിച്ചു വരാത്തവരെ സംബന്ധിച്ചിടത്തോളം അതാണ്. അവർ മനസ്സോട് മറന്നു കളഞ്ഞിരിക്കുകയാണ്. 10 കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോവും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമി അതിലെ പണികളും വെന്തുപോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ദിവസമുണ്ട്
കർത്താവ് തിരിച്ചു വരുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് അന്ന് ഇതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് അവൻ ലോങ് സഫറിങ്ങോടുകൂടി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദീർഘക്ഷമയോട് നീ ഒന്ന് തിരിച്ചു വാ, തിരിച്ചു വാ, തിരിച്ചു വാ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ദോസ് ഹു ആർ അൺഫ്രൂട്ട്ഫുൾ വിൽ ബി കട്ട് ഓഫ്. നമ്മൾ ഫലം കായ്ക്കാതെ ഇരുന്നാൽ നമ്മളെ ഛേദിച്ച് കളയും, കട്ട് ചെയ്ത് കളയും. ഇന്നും അതാണ് നമ്മൾ ചിന്തിച്ചത്, അത് കട്ട് ചെയ്ത് കളയും. യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയുന്നു. 6-ാം വാക്യത്തിൽ എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു. അപ്പോഴേ ഫലം കായ്ക്കാത്തതിനെ വെട്ടിക്കളയും, അത് ഉണങ്ങിപ്പോവും, അത് തീയിലിടും. പ്രശംസയായിട്ട് ബന്ധപ്പെട്ട് ഈവൻ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്കൊന്നും പ്രശംസിപ്പാനില്ല, വിശ്വാസത്തെക്കുറിച്ച് പോലും പ്രശംസിപ്പാനില്ല എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുന്ന ഭാഗമാണ് 19 തൊട്ട് 21 വാക്യങ്ങളിൽ. അതുകൊണ്ട് എന്താണ്, വിശ്വാസത്തിൽ നീ നിലനിന്നില്ലെങ്കിൽ, നീ ഞെളിയാതെ ഭയപ്പെടുക. വിശ്വാസത്തിൽ നിലനിന്നില്ലെങ്കിൽ നിന്നെ വെട്ടിക്കളയും എന്ന് പറയുന്ന ഭാഗം. ആ 19 തൊട്ട് 21 വാക്യങ്ങൾ നമ്മൾ വായിക്കുക. നിങ്ങൾക്ക് സമയം അനുസരിച്ച് നിങ്ങൾ വായിക്കുക. റോമർ 11 ഈവൻ ജെൻറ്റൈൽ ക്രിസ്ത്യനെ പോലും, ജാതികളെ പോലും അവനെ വിശ്വാസത്തിൽ നിലനിന്നില്ലെങ്കിൽ ഒട്ടിക്കാൻ, നശിപ്പിച്ച് കളയും എന്ന് പറയുന്നുണ്ട്. ഇതേ കാര്യം ഹെബ്രായർക്ക് ലേഖനം 6-1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ അവസാനം അവരെ തീക്ക് വേണ്ടി കത്തിക്കാനായിട്ട് അവരെ ഒരുക്കിയിരിക്കുകയാണ് എന്ന് പറയുന്നു. ഞാനിത് നമ്മുടെ സമയം തീരുന്നതെന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. അൺലെസ് യു റിപ്പൻറ്റ് യു വിൽ പെരിഷ് എന്നുള്ള മെസ്സേജാണ് ഇത് പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഈ ലോകത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ എല്ലാവരും, ബൈബിളിൽ തന്നെ മെസ്സേജാണ്, വി ഹാവ് ടു റിപ്പൻറ്റ്. നമ്മൾ ദൈവത്തോട് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് പാപം ഏറ്റു പറഞ്ഞെങ്കിൽ നമ്മൾ നശിച്ചു പോകും എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ എല്ലാവരും, ഈ ലോകത്തിലുള്ള എല്ലാവരും പാപികളാണ്, ആരും തന്നെ രക്ഷയില്ല. എന്നാൽ ഒരേ ഒരു കാര്യം, പാപത്തിൻ്റെ ശമ്പളം മരണമായതുകൊണ്ട് കർത്താവിലുള്ള വിശ്വാസം മൂലം മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളത്. മൂന്നാമത് പറയാനുള്ള ഗുഡ് ന്യൂസ് ഈസ് ദാറ്റ് ഗോസ്പൽ ഓഫേർഡ് ടുഡേ ആസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നമുക്ക് ദൈവത്തിൻ്റെ ഒരു ദാനം നമുക്ക് തന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദ ഗോസ്പൽ. അത് യേശുവാണ് നമുക്ക് ഓഫർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ ക്ഷമയോടുകൂടി, പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാണ്, ദീർഘക്ഷമയോട് വെയിറ്റ് ചെയ്യാണ്. 1 വർഷം കൂടി നീ ഫലം കായ്ക്കുമോ എന്ന് പറഞ്ഞ് ദീർഘക്ഷമയോട് വെയിറ്റ് ചെയ്യാണ്. വെദർ യു ആർ റിപ്പൻറ്റ് ആൻഡ് കം ബാക്ക്. നീ ഒന്ന് ആ ദൈവത്തിൻ്റെ സന്നിധിയിലെ ദൈവത്തിലേക്കൊന്ന് നീ ഒന്ന് കൊടുത്ത് നീ ഒന്ന് തിരിച്ചു വരുമോ? എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതകരമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കും. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരാത്ത ശാപത്തിനടുത്തും ചുട്ടുകളയത്രേ എൻ്റെ അവസാനം. നമ്മൾ നിന്ന് വരുന്ന ഫലത്തിൽ നിന്ന് നമ്മളെ തിരിച്ചറിയും എന്താണെന്നുള്ളത്. നമ്മൾ നിന്ന് നല്ല ഫലം കായ്ക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ, അതിന് പകരം മുള്ളും ഞെരിഞ്ഞിലുമാണ് വരുന്നതെങ്കിൽ അത് തീയിലിട്ട് ചുട്ടുകളയല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് സ്വാഭാവിക കൊമ്പിനെ ചുട്ടുകളയാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ജാതികളായ നമ്മളെ എത്രയധികം എന്ന് റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. നമ്മളെ ദൈവം അതുകൊണ്ട് വിശ്വാസത്താൽ നമ്മൾ നിലനിൽക്കുകയും ഈ വിശ്വാസത്താൽ ഫലം കായ്ക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിതം തന്നെ നിഷ്പ്രയോജനമായി തീരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബൈബിൾ പറയുന്ന എവിടെ വീണിരിക്കുന്നു എന്ന് മനസ്സിലായി നമ്മൾ തിരിച്ചു വരിക, ദൈവത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ഒരു ചിന്തയാണ് യേശുക്രിസ്തു ഇസ്രായേലായിട്ടുള്ള അത്തിയോട് പറയുന്നത്, ഇസ്രായേലിനോട് പറയുന്നത്. അത്തിയെ ശപിക്കുന്നത്, അല്ലെങ്കിൽ അത്തി 1 വർഷം കൂടി നിൽക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്കത് വെട്ടി തീയിലിടാം. നമ്മളെയൊക്കെ ദൈവത്തിൻ്റെ കരുണയിൽ നിർത്തുന്നു നമ്മൾ മറന്നു പോകരുത്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ദൈവമേ, ഞങ്ങൾ ഇന്ന് ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ 3 എപ്പിസോഡായിട്ട് കർത്താവെ അത്തിയെ നോക്കി ഉള്ള ഉപമയെക്കുറിച്ചാണ് കർത്താവെ ഞങ്ങൾ ചിന്തിച്ചത്. ഫലമില്ലാത്ത അവസ്ഥ. ഇന്ന് പല ക്രിസ്ത്യൻസും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതെന്ന് പറഞ്ഞവർ പോലും ഇന്ന് ഫലമില്ലാത്ത അവസ്ഥയിലിരിക്കുന്നു. പലരും അവരുടെ ജീവിതത്തിലെ കർത്താവെ പലതരമായ മുറുകെ പറ്റുന്ന പാപങ്ങളിൽ അടിമപ്പെട്ടിരിക്കുന്നു. ഉപജീവന ചിന്തകളിൽ പലരും കുടുങ്ങിയിരിക്കുന്നു. ഫലം കായ്ക്കാൻ വയ്യാത്ത അവസ്ഥ. ഓരോ വർഷം നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവം ദീർഘക്ഷമയോട് നീട്ടിക്കൊണ്ടേയിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിലേക്ക് തിരിച്ചു വരാത്തവരെല്ലാം തിരിച്ചു വരുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. റിപ്പൻറ്റ്, അൺലെസ് യു റിപ്പൻറ്റ് യു വിൽ പെരിഷ് എന്നുള്ള ചിന്ത കർത്താവെ ഈ ദിവസങ്ങളിൽ ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ കർത്താവെ ഇടവരുത്തണമേ. വീണ്ടും പാപം ചെയ്തു പോകാനായിട്ടല്ല, ദൈവവചനത്തിൽ നിലനിന്ന് ഫലം കായ്ക്കുന്ന അനുഭവങ്ങളെ അവരുടെ ജീവിതങ്ങൾ ഉണ്ടാവാനായിട്ട് കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവെ, ജീവിതത്തിലെ കർത്താവെ രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന പലരും ഇത് കാണുന്നു. കർത്താവെ, ദേഹത്തെ കർത്താവെ മുഴുവൻ നീര് വരുന്ന അവസ്ഥ, ശരീരത്തിന് വേദന വരുന്ന അവസ്ഥ, ഒരിക്കലും വിട്ടുമാറാത്ത തലവേദനയിൽ കൂടി ഇരിക്കുന്ന അവസ്ഥ, നടുവേദനയുടെ അവസ്ഥ, ശരീരത്തിലുണ്ടാകുന്ന വിവിധതരമായിട്ടുള്ള വേദനകളെ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വേദനകളിൽ നിന്നും അവരെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണം. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കണം. അനേകം നാളുകളായിട്ട് മരുന്ന് കഴിക്കുന്നു, പക്ഷേ ടെമ്പററി ആയിട്ട് മാത്രം ഒരു ഹീലിംഗ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നു. യേശുവിൻ്റെ നാമത്തിലെ എല്ലാ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് അവർ വിട്ടുമാറട്ടെ, എല്ലാ വേദനകളിൽ നിന്നും മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാച് ചില മേഖലകളിലെ കെട്ടിയിരിക്കുന്ന കെട്ടുകളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിലെ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ചില ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കാനായിട്ടുണ്ട്. ഇന്ന് രാത്രികാലം, ഇന്ന് പ്രാർത്ഥനയിൽ കൂടി നിങ്ങളത് ഉപേക്ഷിക്കുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യണം. ചില മുറുകെ പറ്റുന്ന പാപങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിൽ നിന്ന് വിഘാതമായിരിക്കുന്ന തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള വിവിധ കരുണ നിങ്ങളെ പ്രാപിക്കുകയും നിങ്ങൾ നന്മ പ്രാപിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുമെന്ന് യേശുവിൻ്റെ ആത്മാവെന്ന് വിളിച്ചു പറയുന്നു. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ദൈവദേശം നഷ്ടപ്പെടുത്തി കളയുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചു പോകാൻ, ഞാനോ കുറയണം അവനോ വളരണം എന്നുള്ള ചിന്തയിൽ ഈ ദിവസം ജീവിപ്പാൻ പ്രിയപ്പെട്ടവരെ ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണം. കർത്താവെ, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് തീർമാനമായി വാച്ച് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിലിടുക. എന്തെങ്കിലും പ്രെയർ റിക്വസ്റ്റുകൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാ മാസവും ഫസ്റ്റ് സൺഡേയിലുള്ള മീറ്റിങ്ങിൽ നിങ്ങളെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിക്കുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.